ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് എല്ലാ നിലക്കും വലിയ വിമർശനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇന്ത്യൻ ടീം മോശം പ്രകടനമാണ് നടത്തുന്നത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അവർക്ക് ലഭിക്കുന്നു. കൂടാതെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ISLൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിലും വലിയ വിമർശനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. അതായത് ബംഗാളി മാധ്യമമായ സാങ്ബാദ് പ്രാറ്റിഡിനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൂപ്പർ കപ്പിന് മുന്നേ ടീമുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒന്നും തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്നില്ല, സജ്ജീകരണങ്ങൾ ചെയ്ത് നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം. അതായത് ഈസ്റ്റ് ബംഗാളിന് സ്വന്തമായി കൊണ്ട് ഒരു പരിശീലന മൈതാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരുക്കി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് എടുത്ത ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. അതായത് ഓരോ ദിവസത്തെ ട്രെയിനിങ്ങിനും അവർ വാടക നൽകുന്നു എന്നാണ് ഈ ബംഗാളി മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു അസിസ്റ്റൻസും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്ത് നൽകിയിട്ടില്ല. കുടിക്കാനുള്ള വെള്ളം പോലും ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു ബസ് സർവീസ് പോലും അവർ നൽകിയിട്ടില്ല എന്നാണ്, ഫെഡറേഷൻ നൽകിയിട്ടില്ല എന്നാണ് ഈ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇതിനു വേണ്ടിയൊക്കെ സ്വന്തം കയ്യിൽ നിന്നും ഈസ്റ്റ് ബംഗാളിന് ക്യാഷ് ഇറക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ ഈ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഈ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്ന ഫെഡറേഷനാണ് നൽകേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒന്നും ചെയ്ത് നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും സൂപ്പർ കപ്പ് സംഘടിപ്പിച്ചത് ഒഡീഷയായിരുന്നു. നല്ല രൂപത്തിൽ അത് സംഘടിപ്പിക്കാൻ ഒഡീഷയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണ ഗോവയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ അല്ലെങ്കിൽ ഗോവയിലെ അസോസിയേഷനോ ഇതിന് യാതൊരുവിധ സൗകര്യങ്ങളും നൽകുന്നില്ല എന്ന ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.